ഗൈസ്, വെൽക്കം ബാക്ക് ടു ആർക്കേനെക്സ്. ഇത് നിങ്ങളുടെ സ്വന്തം അശ്വിനി മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ ചാനലിൽ കൊടുത്തിരിക്കുന്ന എല്ലാ വീഡിയോസിന്റെ താഴെയും വരുന്ന ഏറ്റവും കൂടുതൽ കമന്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റിനെ കുറിച്ചും അതുപോലെ ട്രാൻസ്ഫർ അലോട്ട്മെന്റിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ മക്കളെ നോക്കിക്കേ, നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റും കമ്മ്യൂണിറ്റി കോട്ട വഴിയുള്ള പ്രവേശനത്തിനായിട്ടുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റുമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ എന്തായാലും മുഖ്യഘട്ട സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ തുടങ്ങുകയുള്ളൂ കേട്ടോ. അപ്പൊ ആർക്കൊക്കെയാണ് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നത്? നമുക്കത് ആദ്യം നോക്കാം. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇതുവരെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകാത്ത കുട്ടികൾ. അതായത് ഇതുവരെ നമ്മുടെ +1 പ്രവേശനത്തിനായിട്ട് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ, അതായത് അപേക്ഷ നൽകാത്ത കുട്ടികൾക്ക് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. അതായത് പല കുട്ടികളും പല പ്രശ്നങ്ങൾ കാരണം, ബുദ്ധിമുട്ടുകൾ കാരണം ഒക്കെ അവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെ? ഒരു +1 ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തായാലും ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. രണ്ടാമത്തത് ആപ്ലിക്കേഷൻ നൽകിയിട്ടും റിജക്റ്റ് ആയ കുട്ടികൾ. അതായത് അവർ ആപ്ലിക്കേഷൻ കൊടുത്തു, സിംഗിൾ വിൻഡോ വഴിയുള്ള അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു, അവർ അപ്ലൈ ചെയ്തു, അപേക്ഷിച്ചു. പക്ഷെ പല ഫോൾട്ടുകൾ വന്നത് കൊണ്ട് തന്നെ അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോയി. അപ്പൊ അവർക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തായാലും സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് മുഖ്യഘട്ട അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ. അതായത് ഇപ്പം മുഖ്യഘട്ട അലോട്ട്മെന്റ് നടന്നല്ലോ, ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡും തേർഡും അലോട്ട്മെന്റ് ഒക്കെ നടന്നു. അവരതിലുണ്ടായിരുന്നു. ഈ കുട്ടികളൊക്കെ ഓൾറെഡി അപ്ലൈ ചെയ്തു, അവർ അലോട്ട്മെന്റ് പ്രൊസീജിയറിൽ വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് എവിടെയും സീറ്റ് കിട്ടിയില്ല. അവർക്ക് എന്ത് കിട്ടിയിട്ടില്ല? അവർക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല. അവർ അപേക്ഷിച്ചിട്ടും അവർക്ക് എന്ത് കിട്ടിയില്ല? അവർക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും? സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 3 കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒന്ന്, ഇതുവരെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാത്ത കുട്ടികൾ. രണ്ടാമത്തത്, ആപ്ലിക്കേഷൻ കൊടുത്തിട്ടും പല ഫോൾട്ടുകൾ കാരണം അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയ കുട്ടികളും. മുഖ്യഘട്ട അലോട്ട്മെന്റിൽ ഈ തേർഡ് അലോട്ട്മെന്റ് നടന്നിട്ടും ആ അലോട്ട്മെന്റിൽ ഒന്നും തന്നെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്കുമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാലോ, ഈ HSCAP വഴിയാണ് നമ്മുടെ ഈ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? വെബ്സൈറ്റിൽ കയറുക. അതായത് hscap.kerala.gov.in എന്ന് പറയുന്ന നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് തുടങ്ങുന്നതിന്റെ മുന്നേ ആയിട്ട് തന്നെ ഓരോ സ്കൂളിന്റെ ലിസ്റ്റ് കൊടുക്കും. ഓരോ സ്കൂളിലും ഓരോ കോഴ്സിലും, അതിപ്പം സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഓരോ കോഴ്സിലുമുള്ള വേക്കൻസി ലിസ്റ്റ് കൊടുക്കും, അല്ലെ? എത്ര സീറ്റ് ബാക്കിയുണ്ട് എന്നുള്ളത് ലിസ്റ്റ് കൊടുക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കണം. എന്നാലേ നിങ്ങൾക്ക് എവിടെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അതായത് ഇപ്പൊ കുറെ കുട്ടികൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഏകജാലകം വഴി ഈ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞു, അതെല്ലാം അവസാനിച്ചു. അതൊരിക്കലും അവരെന്ത് ചെയ്യില്ല? സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് പരിഗണിക്കില്ല. സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് നിങ്ങൾ പരിഗണിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അതായത് നിങ്ങൾ പുതിയ സ്കൂളുകൾ കൊടുത്ത് അതിനനുസരിച്ചുള്ള കോഴ്സുകൾ നിങ്ങൾ വീണ്ടും കൊടുക്കണം. എല്ലാ ഡീറ്റെയിൽസും വീണ്ടും നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ താല്പര്യപ്രകാരം പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എവിടെയാണോ താല്പര്യം, എവിടെയാണോ വേക്കൻസി ഉള്ളത്, എവിടെയാണോ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കേണ്ടത്, അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കണം, സ്കൂളും കോഴ്സും നിങ്ങൾ കൊടുക്കണം. വീണ്ടും നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. ഇതുവരെ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം അവിടെ അവസാനിച്ചു. ആ കൊടുത്ത ആപ്ലിക്കേഷൻ ഒരിക്കലും അവരെന്ത് ചെയ്യില്ല? പരിഗണിക്കില്ല. ഇതിനു വേണ്ടിയിട്ട് വീണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എപ്പോഴാണോ സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഡേറ്റ് വരുന്നത് അതിന്റെ തൊട്ട് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? വെബ്സൈറ്റ് കയറി സ്കൂൾ കോഴ്സ് ലിസ്റ്റ് എടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ടൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എവിടേക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അല്ല ഏത് സ്കൂൾ ഏത് കോഴ്സ് എന്ന് കൃത്യമായൊരു ലിസ്റ്റ് ഇടുക. വീണ്ടും സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് മുതൽ എന്ത് ചെയ്യണം? ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. എല്ലാ ഡീറ്റെയിൽസും അവിടെ നിങ്ങൾ കൊടുക്കണം. മുന്നേ കൊടുത്തതെല്ലാം അവര് റിജക്ട് ചെയ്തിട്ടുണ്ടാവും. അവരെന്ത് ചെയ്തു? അതൊക്കെ അവിടെ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ എന്നായിരിക്കും ഈ ഒരു സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരിക? നിങ്ങൾക്ക് അറിയാലോ, 2 സപ്ലിമെന്ററി അലോട്ട്മെന്റുകളായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടാവും,
പിന്നെയോ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റും ഉണ്ട്. അങ്ങനെ 2 സപ്ലിമെന്ററി അലോട്ട്മെന്റ്സ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ എന്നായിരിക്കും ഇത് ഉണ്ടാവുന്നത്? ഇതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിച്ചിട്ടുള്ള ചോദ്യം. എന്നാണ് മിസ്സേ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് എന്നല്ലേ? മക്കളെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഓൾറെഡി നമുക്ക് 2 സർക്കുലർ വന്നിട്ടുണ്ട് അല്ലെ, 2 ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. ഒന്ന് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സ്പോർട്സ് കോട്ട സപ്ലിമെന്ററി അലോട്ട്മെന്റും കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റുമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടുമാണ് നടക്കുന്നത്. ഇത് രണ്ടും അവസാനിച്ചാൽ മാത്രമേ നമ്മുടെ മുഖ്യഘട്ട സപ്ലിമെന്ററി അലോട്ട്മെന്റ് തുടങ്ങുള്ളൂ അല്ലെ? നിങ്ങൾ നോക്കിക്കടാ, സ്പോർട്സ് കോട്ട സപ്ലിമെന്ററി പ്രവേശന ഷെഡ്യൂളിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതായത് 26-ാം തീയതി, ഇപ്പൊ തന്നെ വീണ് പോയതല്ല, ഞാൻ ഒന്നുമില്ല, ഒരു സ്റ്റേജിന്റെ മേലെ നിൽക്കുന്നത്, ഹൈറ്റ് കൂടുതലായതുകൊണ്ട്. അപ്പൊ 26-ാം തീയതി, അതായത് നമ്മുടെ ജൂൺ 26-ന് സ്പോർട്സ് കോട്ട പ്രവേശനം പൂർത്തീകരിച്ച ശേഷം ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകൾ പൊതു മെറിറ്റ് സീറ്റായി പരിവർത്തനം ചെയ്ത് 1-ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള ഒഴിവിനോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നതാണ്. അതായത് സ്പോർട്സ് കോട്ട പ്രവേശനം 26 ജൂണിന് അവസാനിക്കും. അത് കഴിഞ്ഞ് ഈ സ്പോർട്സ് കോട്ടയിൽ ബാക്കി വരുന്ന സീറ്റ് ഉണ്ടാവില്ലേ, അത് ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ പരിവർത്തനം ചെയ്യും. അതായത് 1-ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് അത് പരിഗണിക്കും. അപ്പൊ ആ സീറ്റും കൂടി 1-ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് അവർ ആഡ് ചെയ്യും. അപ്പം ഈ സ്പോർട്സ് കോട്ടയുടെ 26-നാണല്ലോ കഴിയുക. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇപ്പൊ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ഈ മെയിൻ ആയിട്ടുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ കാര്യങ്ങൾ തുടങ്ങുള്ളൂ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ എന്ത് വരുന്നത്, കമ്മ്യൂണിറ്റി കോട്ടയുടെ അല്ലെ? നിങ്ങൾ നോക്കിക്കേ, കമ്മ്യൂണിറ്റി കോട്ടയുടെ സ്കെഡ്യൂളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 27-ാം തീയതി, അതായത് ജൂൺ 27-ന് കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനം പൂർത്തീകരിച്ച ശേഷം ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകൾ പൊതു മെറിറ്റ് സീറ്റായി പരിവർത്തനം ചെയ്ത് 1-ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള ഒഴിവിനോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി കോട്ട സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും എപ്പോൾ അവസാനിക്കും, ആ പ്രവേശനം എപ്പോൾ അവസാനിക്കും, 27-ാം തീയതി അവസാനിക്കും. അത് കഴിഞ്ഞ് കമ്മ്യൂണിറ്റി കോട്ടയിൽ ബാക്കി വരുന്ന സീറ്റുകൾ ഇവരെന്ത് ചെയ്യും, പരിവർത്തനം ചെയ്ത് നേരെ നമ്മുടെ 1-ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് അതിനെ പരിഗണിക്കും അല്ല. അപ്പൊ ആ 2 ബാക്കി വരുന്ന സീറ്റ്, സ്പോർട്സ് കോട്ടയിലും കമ്മ്യൂണിറ്റി കോട്ടയിലും ബാക്കി വരുന്ന സീറ്റും കൂടി നിങ്ങൾക്ക് എവിടേക്ക് ആഡ് ആയി കിട്ടുകയാണ്, നമ്മുടെ ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് ആഡ് ആയി കിട്ടുകയാണ്. അപ്പൊ ഏകദേശം 27-ാം തീയതിയോട് കൂടിയാണ് ഇത് അവസാനിക്കുന്നത്. അപ്പൊ ഇതെല്ലാം അവസാനിച്ച ശേഷമായിരിക്കും നിങ്ങളുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കേണ്ട തീയതി എന്ന് പറയുന്നത് ഏകദേശം ഇപ്പൊ നിലവിലുള്ള അറിവ് പ്രകാരം ജൂൺ 28-നായിരിക്കും തുടങ്ങുന്നത്. ജൂൺ 28-ന് നിങ്ങളുടെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷ കൊടുക്കുന്നത് തുടങ്ങും. 1-2 ദിവസം മാത്രമേ അപേക്ഷ നൽകാൻ സാധിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരും, സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരും. അലോട്ട്മെന്റ് വരുന്നതിനനുസരിച്ച് നിങ്ങൾ ആ സ്കൂളിൽ പോയി പ്രവേശനം നേടണം. ഏകദേശം ജൂലൈ 23 കൂടി സപ്ലിമെന്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട പ്രവേശനത്തിന്റെ എല്ലാ കാര്യങ്ങളും അവസാനിക്കും. അപ്പം ജൂൺ 28-നാണ് ഏകദേശം തുടങ്ങാൻ ചാൻസ് ഉള്ളത്. മനസ്സിൽ വെച്ചുള്ള ഈ ഒരു ഡേറ്റ് ജൂൺ 28-ന് തുടങ്ങിയാലും ജൂലൈ 23 ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ പ്രവേശനവും കംപ്ലീറ്റ് ആയിട്ട് അവസാനിക്കും. ഓക്കെ അല്ലേ? അപ്പോഴേക്കൊക്കെ പല സ്കൂളിലും ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാകും. പക്ഷെ എങ്കിലും നിങ്ങളിപ്പം പുറത്ത് നിൽക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് സീറ്റ് കിട്ടുമല്ലോ. കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക. ഓക്കെ, അതൊക്കെ സിമ്പിൾ ആയിട്ട് സാധിക്കുക. അതിന്റെ ടെൻഷനൊന്നും നിങ്ങൾക്ക് വേണ്ട. ആദ്യം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്, എവിടെയെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സപ്ലിമെന്ററി അലോട്ട്മെന്റിലൂടെ നിങ്ങൾക്കത് സാധിക്കട്ടെ. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും വിവരങ്ങളാണ് നമുക്ക് ഇപ്പം നിലവിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പുറമെ സപ്ലിമെന്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് വേഗം നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അല്ലെ? ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ഒക്കെ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കമന്റ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം സപ്ലിമെന്ററി അലോട്ട്മെന്റ്, ട്രാൻസ്ഫർ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കുറെ സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ട് നമ്മൾ ലൈവിൽ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. നമുക്കിനി കാണാം. ചിൽഡ്രൻ, ബൈ.